പിണറായി വിജയൻ മന്ത്രിസഭ സുഗമമായി 5 കൊല്ലം രണ്ടാം തവണയും പൂർത്തിയാക്കുമോ എന്ന ചോദ്യം ഇവിടെ നിഴലിക്കുന്നുണ്ട്. ഭരണവിരുദ്ധത അതിശക്തമായി തന്നെ കേരളത്തിലുണ്ട് എന്ന് പിണറായി വിജയന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് ഫലം ഒരിക്കലും സർക്കാരിൻ്റെ ഭരണത്തിനെ വിലയിരുത്തൽ ആകില്ല എന്ന് വ്യക്തമാക്കിയത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ തൻ്റെ റോളിൻ്റെ കൂടി വിലയിരുത്തലായിരിക്കും ഇവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയാനുള്ള ചങ്കുറപ്പ് വി.ഡി. സതീശനുണ്ടായിരുന്നു. KPCC അധ്യക്ഷനും പറഞ്ഞു തൻ്റെ പാർട്ടി നടപടികളും തൻ്റെ പാർട്ടിയിലെ ഔദ്യോഗിക രീതികളും ഒക്കെ എങ്ങനെയായിരിക്കും എന്ന വിലയിരുത്തൽ കൂടിയായിരിക്കും കേരളത്തിലേത് എന്ന് പറയാനും അദ്ദേഹം വാസ്തവത്തിൽ കൃത്യമായി നിലപാട് കാണിച്ചു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെയോ KPCC അധ്യക്ഷൻ്റെയോ മാത്രമല്ല, കേരളത്തിലെ സാഹചര്യം കൃത്യമായും അത് മതനിരപേക്ഷതയുടെ നാട് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ കൃത്യമായും കോൺഗ്രസ്സിന് അനുകൂലമാണ് എന്ന രീതിയിലേക്ക് ട്രെൻഡ് വരാൻ പോവുകയാണെങ്കിൽ അതിൽ പരമാവധി കേരളത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്നത് 20 ലോക്സഭാ സീറ്റാണ്. അത് മുഴുവൻ UDFന് അനുകൂലമായി നൽകുക എന്നത് മാത്രമേ UDFനോട് അനുഭാവം കാണിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിഷ്പക്ഷരായ ജനങ്ങൾ ചാരി നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തം. അതല്ലാതെ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് KPCC അധ്യക്ഷൻ തുടങ്ങിയവരുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ ഒന്നും ആയിരിക്കില്ല. പക്ഷേ എന്നാൽ പോലും കോൺഗ്രസ്സിന് അഭിമാനിക്കാവുന്ന കാര്യമായി കേരളത്തിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറും എന്ന തരത്തിൽ തന്നെയാണ് എക്സിറ്റ് പോൾ സർവേകൾ വരുന്നത്. ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ കർണാടകയിലെ എക്സിറ്റ് പോൾ സർവേയാണ് ഏറെ ഞെട്ടിക്കുന്നത്. BJPക്ക് ഒരുപക്ഷെ വലിയ മുന്നേറ്റം 20-ൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടും എന്ന് പറയുന്നത് അത്രയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. പ്രത്യേകിച്ചും അവിടെ പ്രജ്വൽ രേവണ്ണയുടെ വിഷയം മാത്രമല്ല, നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ BJPക്ക് പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഗണ്യമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിൻ്റെ കാര്യമാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ ഇന്ത്യ മുന്നണിക്ക് ബഹുഭൂരിപക്ഷം ലഭിക്കും. 39-ൽ 37 എണ്ണമെങ്കിലും ലഭിക്കുന്ന സാഹചര്യമായിരിക്കും. ഒരുപക്ഷേ 2 എണ്ണം BJPയിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ണും നാട്ട് കാത്തിരിക്കുക. AIADMK ആണ് ശരിക്കും പറഞ്ഞാൽ പൊളിഞ്ഞു പാളീസായിരിക്കുന്നത്. AIADMK ഒരു മുന്നണിയുടെ ഭാഗമായി ഇല്ല എങ്കിൽ പോലും AIADMKയുടെ വോട്ട് ഷെയർ ഗണ്യമായി കുറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അതായിരിക്കും ഇത്തവണ ഉള്ളത്. കാരണം AIADMKക്ക് ജയലളിതയുടെ മരണത്തിന് ശേഷം തിരിച്ചു വരാൻ കഴിയാത്ത രീതി. ഇവിടെ നിന്നാണ് ദക്ഷിണേന്ത്യയുടെ സ്വീപ്പ് അത് ഇന്ത്യ മുന്നണിക്ക് സ്വീപ്പ് എന്ന രീതിയിലേക്ക്, ഒരു ക്ലീൻ സ്വീപ്പ് എന്ന രീതിയിലേക്ക് നൽകില്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന തരത്തിൽ എക്സിറ്റ് പോളുകൾ പറയുന്നു. പക്ഷേ കർണാടകയുടെ കാര്യം ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാണ്. BJP ദക്ഷിണേന്ത്യയിൽ നിന്നും കഴിഞ്ഞ തവണ പിടിച്ച സീറ്റുകളുടെ ടാലിയെ ഓവർടേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അത്രത്തോളം എത്തുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു തരംഗം ദക്ഷിണേന്ത്യയിൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല. കർണാടകയും അതുപോലെ തന്നെ കോൺഗ്രസ്സിന് അനുകൂലമായി ചിന്തിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്താൽ, കാരണം 2009-ലും 2014-ലും 2019-ലും ഒക്കെ കർണാടകയിൽ BJPക്ക് തന്നെയായിരുന്നു മേൽക്കൈ. ഒന്ന് ആലോചിക്കണം, 2009-ൽ BJP പ്രതിപക്ഷത്തിരുന്നപ്പോൾ പോലും കേവലം 116 MP-മാർ മാത്രമേ ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ MP-മാരെ സംഭാവന ചെയ്ത സംസ്ഥാനം കർണാടകയായിരുന്നു, 17 MP-മാർ. അതുകൊണ്ട് തന്നെ കർണാടക എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഇപ്പോഴും ഒരു ബാലികേറാ മലയാണോ എന്നുള്ളത് ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിശകലനം ചെയ്യപ്പെടുന്നത്.